Dear students, hearty welcome to Target Learning App. ടാർഗറ്റ് ലേണിംഗ് ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിൽ SSLC പരീക്ഷയിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പരമാവധി മാർക്ക് നേടാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. പക്ഷേ പലപ്പോഴും നമുക്കതിനെ ഒരു പേടിയാണ്. ഗ്രാമർ തെറ്റുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമായിട്ട് നമ്മൾ മാർക്ക് പോകുമോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണ കൊണ്ട് ചില ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചില കുട്ടികൾക്ക് തോന്നാം. പക്ഷേ സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് നേടാവുന്ന ഒരു ലാംഗ്വേജാണ്. നമുക്കറിയാം മലയാളത്തിൽ 51 അക്ഷരങ്ങളാണുള്ളത്. പണ്ടൊക്കെ 56 അക്ഷരങ്ങൾ പറയായിരുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ വെറും 26 അക്ഷരങ്ങളേ ഉള്ളൂ നമുക്കറിയാം. അതുപോലെ തന്നെ എല്ലാ വാക്കിൻ്റെയും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വാക്കിൻ്റെയും എല്ലാ സാധനങ്ങളുടെയും എല്ലാം ഇംഗ്ലീഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വേർഡ്സിന് നമുക്കൊരു ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം എല്ലാം ഇംഗ്ലീഷിലാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആയാലും മറ്റെന്ത് കാര്യത്തിലായാലും നമ്മളിന്ന് അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് അന്യമല്ല. നമുക്ക് ഇനി ഏതൊരു സാധനം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയണം മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അതൊരു ഇംഗ്ലീഷ് വേർഡാണ്. അതിൻ്റെ മലയാളം നമുക്കറിയില്ല. അതുപോലെ തന്നെ ഡെസ്ക്, നമുക്കതിൻ്റെ മലയാളം അറിയില്ല. ഡെസ്കിൻ്റെ മലയാളം അറിയില്ല. ഡെസ്ക് ഇംഗ്ലീഷാണ്. ബെഞ്ച് ഇംഗ്ലീഷാണ്. ടേബിൾ ഇംഗ്ലീഷാണ്. ടേബിളിൻ്റെ മലയാളം നമുക്കറിയാം. മേശ എന്ന് നമുക്ക് പറയാനറിയാം എന്ന്. അതെ, ചുരുക്കം ചില വാക്കുകൾ അങ്ങനെയുണ്ട്, നമുക്കറിയുന്നതുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്, ചില്ല് എന്ന് നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല, ഗ്ലാസ് എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബൾബ്, സ്വിച്ചിനൊക്കെ മലയാളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മലയാളമല്ല. വൈദ്യുതി ആഗമന നിർഗമന നിയന്ത്രണ യന്ത്രം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ചുറ്റുപാടും എന്ത് നോക്കിയാലും നമുക്ക് ഒരു വാഹനത്തിൻ്റെ പേരാണെങ്കിൽ കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ, ബസ്, പ്ലെയിന്, ട്രെയിൻ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിലായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം നമുക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തുവിൻ്റെ മലയാളം ചോദിച്ചാൽ നമുക്കറിയില്ല. ഇപ്പം മൊബൈൽ ഫോണിൻ്റെ മലയാളം നമുക്കറിയില്ല. മൊബൈൽ ഫോണിൻ്റെ മലയാളമുണ്ട്. മൊബൈൽ ഫോണിൻ്റെ മലയാളം ഇത് മലയാളം ക്ലാസ് അല്ല, ഇംഗ്ലീഷ് ക്ലാസ്സാണ്. എന്നാലും ഞാൻ പറയുന്നത് സഞ്ചാര ദൂരവാണി എന്നാണ് മൊബൈൽ ഫോണിൻ്റെ ശരിയായ മലയാളം എന്ന് പറയപ്പെടുന്നു. സഞ്ചാര ദൂരവാണി. അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ മലയാളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പലതിനും. സത്യം പറഞ്ഞാൽ മലയാളം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളം ഈസ് ബീങ് സോൾവ്ഡ് ബൈ ഇംഗ്ലീഷ് ലാംഗ്വേജ്. വൈ? ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ദ സിംപ്ലസ്റ്റ് ലാംഗ്വേജ്. ഏറ്റവും ലളിതമായ ഭാഷയായതുകൊണ്ടാണ് അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ ഏതൊക്കെ തരം ക്വസ്റ്റ്യൻസാണ് വരുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഇംഗ്ലീഷിൽ ലാംഗ്വേജ് എക്സലൻസ് നിങ്ങൾക്ക് ബോർഡ് കാണാമെന്ന് വിചാരിക്കുന്നു. ലാംഗ്വേജ് എക്സലൻസ് ഏരിയയിൽ നറേഷൻ വരാറുണ്ട്. നറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ വരാറുണ്ട്, തേർഡ് പേഴ്സൺ നറേഷനും വരാറുണ്ട്. ഫസ്റ്റ് പേഴ്സൺ നറേഷൻ നമുക്കറിയാം, ഈ പറയുന്ന ആളായിക്കൊണ്ട് നമ്മൾ ആ കഥാപാത്രം ആയിക്കൊണ്ട് നമ്മൾ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ, ഞങ്ങളുടെ, ഞങ്ങൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുന്ന തരത്തിലാണ് നറേഷൻ വരിക. നറേഷൻ ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ. തേർഡ് പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഹി, ഷീ, ഹിസ്, ഹെർ മുതലായ ദെയർ മുതലായ പദപ്രയോഗങ്ങളുണ്ടാവും. ഏതായാലും അടുത്തത് കോൺവെർസേഷൻ മേക്കിംഗ് ആണ്. ഒരു സംഭാഷണം ഉണ്ടാക്കുക. അതിന് നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു സംഭാഷണം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്, നമുക്കറിയാം കഥാപാത്രങ്ങളെ പറ്റിയുള്ള വിവരണമാണ്. ഒന്നുമില്ല, കഥാപാത്രങ്ങളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയുക, അതിനുശേഷം ആ കഥയിൽ അവർക്ക് എന്തൊക്കെ പ്രാധാന്യങ്ങളാണുള്ളതെന്ന് പറയുക, അത്രയേ വേണ്ടുള്ളൂ. പിന്നെ ലെറ്റർ റൈറ്റിങ്ങിൻ്റെയൊക്കെ അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്, അത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ലെറ്റർ റൈറ്റിംഗ് 2 തരം ലെറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. പേഴ്സണൽ ലെറ്റേഴ്സും അതുപോലെ തന്നെ ഫോർമൽ ലെറ്റേഴ്സും.
ഉണ്ട്. ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് ഇൻഫോർമൽ ലെറ്റേഴ്സ്, ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് പേഴ്സണൽ ലെറ്റേഴ്സ് എന്നൊക്കെ പറയാം. നമുക്ക് അത് രണ്ടിനും 2 പാറ്റേൺ ആണുള്ളത്. അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു ലെറ്ററിൻ്റെ പാറ്റേൺ നമ്മൾ പഠിച്ചു വെച്ചാൽ പിന്നെ ആ പാറ്റേൺ നമ്മൾ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ ആ പാറ്റേണിൽ എഴുതിയാൽ മതി. ഏത് ലെറ്റർ വന്നാലും, ഏത് ഒരു ഒഫീഷ്യൽ ലെറ്ററിൻ്റെ, അതായത് ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ പഠിച്ചു വെച്ചാൽ പിന്നെ ഏത് ഫോർമൽ ലെറ്റർ ചോദിച്ചാലും നമ്മൾ ആ പാറ്റേണിൽ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെക്കണം, അത്രയേ വേണ്ടൂ. ആ ഫോർമാറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് ഏത് ചോദ്യം വന്നാലും ആ ലെറ്ററിനെ അങ്ങനെ മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇൻഫോർമൽ ലെറ്ററാണ്, ഫ്രണ്ട്ലി ലെറ്ററാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റിലേക്ക് നമുക്ക് ഏത് ചോദ്യത്തെയും മാറ്റി എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട്, വലിയ ഗ്രാമറൊന്നും നമ്മൾ പിന്നെ പഠിക്കാനില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഇച്ചിരി ഗ്രാമർ, കുറച്ച് ഓക്സിലറി വെർബ്സ് ഒക്കെ പഠിച്ച്, കുറച്ച് പ്രോനൗണും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഗ്രാമറായി. ഓക്സിലറി വെർബ്സ്, പ്രോനൗൺസ്, പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി പ്രൊപ്പോസിഷൻസ്, കുറച്ച് കൺജങ്ഷൻസ്, അത്രയൊക്കെ ഉള്ളൂ പഠിക്കാൻ. ലെറ്റർ റൈറ്റിംഗ്, ഡയറി റൈറ്റിംഗ്, നമുക്കറിയാം ഡയറി, എസ്സേ റൈറ്റിംഗ്, നോട്ടീസ് ഡ്രാഫ്റ്റിംഗ്, പോസ്റ്റർ മേക്കിംഗ്. അടുത്തത് ലാംഗ്വേജ് ആക്യുറസിയാണ്. ഭാഷാപരമായ കൃത്യത പരിശോധിക്കുന്ന ഒരു മേഖലയാണിത്. ഇതിൽ എഡിറ്റിംഗ് ആൻഡ് ഡയലോഗ് കംപ്ലീഷൻ, ഡയലോഗ് കംപ്ലീഷനും എഡിറ്റിങ്ങും രണ്ട് ചോദ്യമായിട്ടാണ്. എഡിറ്റിംഗ് സെപ്പറേറ്റ് ആണ്, ഡയലോഗ് കംപ്ലീഷൻ വേറെയാണ്. നമുക്കറിയാം കാര്യങ്ങൾ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് തരും. ആ പാസേജിൽ ചില ഭാഗങ്ങളിൽ അടിയിൽ ചില വെർബുകൾ അല്ലെങ്കിൽ ചില വേർഡ്സ് അടിയിൽ വരയ്ക്കും. അത് ആ ഭാഗം തെറ്റാണെന്ന് സൂചിപ്പിക്കാനാണ്. അല്ലെങ്കിൽ അടിയിൽ വരയ്ക്കുകയോ ബോൾഡായിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യും. അതിനൊരു നമ്പറും ഉണ്ടാവും. അങ്ങനെ ആ പാസേജിൽ വരുന്ന വാക്കുകളുടെ തെറ്റുകൾ നമ്മൾ കണ്ടെത്തിയിട്ട് എന്താണ് അവിടെ തെറ്റുകളെന്ന് നോക്കിയിട്ട് അത് തിരുത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ എഡിറ്റിംഗ് എന്ന് പറയുക. അടുത്ത ഡയലോഗ് കംപ്ലീഷൻ. നമുക്കറിയാം, ഒരു ഡയലോഗ് തന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. ആ ഡയലോഗ് കംപ്ലീഷനിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് എഡിറ്റിങ്ങും ഡയലോഗ് കംപ്ലീഷനിലും മുഴുവൻ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ടെൻസ് ശ്രദ്ധിക്കണം. ഒരുപാട് ടെൻസുകളൊന്നും പഠിക്കാനില്ല. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഇത്രയായി തന്നെ ഒരുവിധമായി. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും, പ്രസൻറ്റ് പെർഫെക്റ്റും, പാസ്റ്റ് പെർഫെക്റ്റും. അങ്ങനെ ഒരു 8 ടെൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ, 12 ടെൻസും പഠിച്ചോളണമെന്നില്ല, 8 ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടെൻസിൻ്റെ ഭാഗമൊക്കെയാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ടെൻസ് പഠിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓക്സിലറി വെർബ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെൻസ് ചെയ്യുന്ന കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ 2 സാധനമാണ് വേണ്ടത്. ഒരു ഓക്സിലറി വെർബും ഒരു പ്രോനൗണും. ഓക്സിലറി വെർബും സെൻറ്റൻസിലുണ്ടാകും, പ്രോനൗണും സെൻറ്റൻസിൽ നമുക്ക് നോക്കിയാൽ കിട്ടുന്നതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗായി. അടുത്തത് കണ്ടീഷണൽ ക്ലോസ്. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇഫ് അല്ലെങ്കിൽ അൺലെസ് കൊണ്ട് തുടങ്ങുന്ന ക്ലോസുകളാണ്. അത് പരീക്ഷയ്ക്ക് വരാറുണ്ട്, ഡയലോഗ് കംപ്ലീഷനിൽ വരാറുണ്ട്, അല്ലെങ്കിൽ എഡിറ്റിങ്ങിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഹാഡ് ബെറ്റർ, വുഡ് റാദർ, ആസ് ഇഫ്, ആസ് ദോ, നോ സൂണർ ദാൻ, അതുപോലെ തന്നെ ആസ് സൂൺ ആസ്, അങ്ങനെ കുറച്ച് പദപ്രയോഗങ്ങൾ. അതുപോലെ തന്നെ ഓൾ ദോ, ദോ, ഈവൻ ദോ, ഇൻസ്പൈറ്റ് ഓഫ്, അങ്ങനെയുള്ള കുറച്ച് ചെറിയ പദപ്രയോഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റെഡിയാണ്. അടുത്തത് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് ഇച്ചിരി ഗ്രാമറിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഫ്രേസൽ വെർബ്സ്. ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ കൂടെ ചില പ്രപ്പോസിഷൻസ് ചേർന്നിട്ട് ഒരു ഫ്രേസായി വന്നിട്ടുള്ള ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. നറേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നറേഷന് മിക്കവാറും നമ്മൾ പാസ്റ്റ് ടെൻസാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കതിന് ആദ്യമായിട്ട് ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്സിലറി വെർബ്സ്. ഓക്സിലറി വെർബ്സിനെ നമ്മൾ 2ആയി തിരിക്കാറുണ്ട്. പ്രൈമറി
auxiliary verbs and modal auxiliary verbs. Primary auxiliary verbs and modal auxiliary verbs. Okay. Primary auxiliary verbs verbsile present auxiliary verbs present auxiliary verbs past auxiliaries ആണ് ഉണ്ടാവുക. Present and past. Present auxiliaries do or does, അതിൻ്റെ പാസ്റ്റ് ഡിഡ്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള വാക്കുകളാണ് അല്ലേ? നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് കേൾക്കുന്നുണ്ടോ അതില്ലേ? ഇല്ല. ഡു നമുക്കറിയാം, ഡസ് നമ്മൾ കേട്ടതാണ്, ഡിഡ്. ഇനി ഇതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞിരുന്നാൽ നമുക്ക് എളുപ്പമായിരിക്കും. അടുത്തത് ഈസ് ഓർ ആം ഓർ ആർ, അതിൻ്റെ പാസ്റ്റ് ഫോംസ് വാസ് ഓർ വെർ. ദെൻ have or has, അതിൻ്റെ പാസ്റ്റ് ഫോം had. ഓക്കെ. നമ്മൾ ബോർഡിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 7 പ്രസൻറ്റ് ഓക്സിലറീസ് ഉണ്ട്. പ്രസൻറ്റ് ഓക്സിലറീസ് പറഞ്ഞാൽ വർത്തമാനകാല സഹായക്രിയകൾ. ഇത് എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. 1 2 3 4 5 6 7. അതുപോലെ പാസ്റ്റ് ഓക്സിലറീസ് അത് 4 എണ്ണമാണുള്ളത്. ഡിഡ്, വാസ്, വെർ, ഹാഡ്. Okay, there are 7 present auxiliaries and 4 past auxiliaries. അപ്പോൾ നമ്മളൊരു നറേഷൻ ചെയ്യുമ്പോൾ, ഒരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ, അതിന് ഫസ്റ്റ് പേഴ്സൺ ആയാലും തേർഡ് പേഴ്സൺ ആയാലും നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബുകളാണ് ഡിഡ്, വാസ്, വെർ, ഹാഡ്. കാരണം ഇവ പാസ്റ്റാണ്. ഇനി ഇവയുടെയൊക്കെ അർത്ഥം നമുക്ക് നോക്കാം. ഡൂവിൻ്റെയും ഡസിൻ്റെയും അർത്ഥം ചെയ്യുന്നു എന്നാണ്. ഡിഡിൻ്റെ അർത്ഥം ചെയ്തു എന്നാണ്. ചെയ്തു. ഈസ് ആമാർ അർത്ഥം ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നൊക്കെയാണ്. വാസ് വെർ അർത്ഥം ആയിരുന്നു എന്നാണ്. ഹാവ് ഹാസ് അർത്ഥം ഉണ്ട് എന്നാണ്. ഹാഡ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാസ്റ്റാണ്. വാസ് വേറെ, അതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. അതും കഴിഞ്ഞ കാര്യമാണ്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പണ്ട് എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ കാർ. ഇനി ഐ വാസ് എ സ്റ്റുഡൻറ്റ്. എനിക്ക് പറയാം ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു. ഓക്കെ. ദേ വേർ ഗോയിങ് ടു ദ ടൗൺ ദെൻ. അവർ ആ സമയത്ത് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഡിഡ് നമുക്കറിയാം വെർബിൻ്റെ പാസ്റ്റ് ഫോം ഉണ്ടാക്കുന്ന ആളാണ്. നിസ്സാരക്കാരനൊന്നുമല്ല. ഇയാൾ ബേസ് ഫോമിനോട് കൂടെ ചേർന്നിട്ട് വെർബിൻ്റെ പാസ്റ്റ് ഫോം ഉണ്ടാക്കുന്ന ആളാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. ഒന്നുകൂടി ഞാൻ പറയാം. ഈ ഡിഡ് ഒരു ബേസ് ഫോമിനോട് കൂടെ ചേരും. ഡിഡിൻ്റെ അർത്ഥം ചെയ്തു എന്നാണല്ലോ. പോകുക എന്ന വെർബിനോട് കൂടി ചേരും. ഡിഡ് പ്ലസ് ഗോ എന്ന് കിട്ടും. ഡിഡ് പ്ലസ് ഗോ എന്ന് പറഞ്ഞാൽ പോകുക, ചെയ്തു. അതിൻ്റെ ഒന്നിച്ചുള്ള രൂപം പോയി, വെൻറ്റാണ്. ഓക്കെ, വെൻറ്റ്. അപ്പോൾ ഈ വെൻറ്റ് എന്ന പദം ഉണ്ടാക്കുന്നയാളാണ് ഡിഡ്. അതുപോലെ തന്നെ റോട്ട് എന്ന പദം ഉണ്ടാക്കുന്നയാളാണ് ഡിഡ്. നമുക്കറിയാം പാസ്റ്റ് വെർബുകൾ ഉണ്ടാകുന്നത് ഡിഡ് ബേസ് ഫോമിനോട് കൂടി ചേർന്നിട്ടാണ്. നമ്മൾ ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പഠിക്കേണ്ടത് പറയുന്നതല്ല, ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ഈ ഓക്സിലറി വെർബ്സും അതിൻ്റെ മീനിങ്ങും പഠിക്കുക. ഡു ഡസ് അത് പ്രസൻ്റ് ആണ്, ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഡിഡ് ചെയ്തു എന്നാണ്. ഈസാമാർ ആകുന്നു, വാസ് വെർ ആയിരുന്നു, ഹാവ് ഹാസ് ഉണ്ട്, ഹാഡ് ഉണ്ടായിരുന്നു. ഇനി മോഡൽ ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. will, would, shall,
should, can, could, may, might, must, need, dare, ought to, and used to. ഇവയാണ് മൊഡൽ ഓക്സിലറീസ്. ഇങ്ങനെ 24 ഓക്സിലറീസ് ആണുള്ളത്. ഇത് പതിമൂന്നെണ്ണവും പ്രൈമറി ഓക്സിലറി വെർബ്സ് 11 എണ്ണമാണുള്ളത്. ദർ ആർ 24 ഓക്സിലറി വെർബ്സ് ടോട്ടൽ. 11 പ്രൈമറി ഓക്സിലറി വെർബ്സ് ആൻഡ് 13 മൊഡൽ ഓക്സിലറി വെർബ്സ്. ഇത് പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രോനൗൺസ് ആണ്. പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ, യു, നീ ഓർ നിങ്ങൾ, ദേ, അവർ, അവ, വി, ഞങ്ങൾ, നമ്മൾ, ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത്, ദർ, അവിടെ. ഇത്രയാണ് പ്രൊനൗൺസ്. ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, ദർ. ഓക്കെ, ഇത്രയുമാണ് പ്രൊനൗൺസ്. ഇത് പഠിക്കുക. ഇങ്ങനെ ഓരോ ടിപ്സ് നമ്മൾ ഓരോ ക്ലാസ്സിൽ തരും. അങ്ങനെ നമ്മൾ ഈ കോഴ്സ് പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് മുഴുവൻ ടിപ്സും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ മുഴുവൻ എഴുതാനും നമുക്ക് മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും നമുക്ക് സാധിക്കും. അടുത്തത് എങ്ങനെയാണ് നമ്മൾ ഒരു നറേഷൻ എങ്ങനെയാണ് ചെയ്യാൻ. നമുക്കറിയാം നറേഷൻ എന്ന് പറഞ്ഞാൽ കഥ പറയലാണ്. ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം നമ്മളൊന്ന് വായിക്കാം. The boy in the story adventures in a banyan tree had a wonderful experience during his vacation. He narrated the events to his friends. Prepare a likely narrative. ഒരു നറേറ്റീവ് തയ്യാറാക്കാനാണ്. വൺസ് മോർ ഒന്നുകൂടി വായിക്കാം. The boy in the story adventures in a banyan tree had a wonderful experience during his vacation. He narrated the events to his friends. Prepare a likely narrative. അപ്പോൾ കുട്ടി നിങ്ങളായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയണം. എന്തൊക്കെ പറയണം? I was enjoying my vacation in India, in Dehradun, with my grandparents. The house and the grounds were of grandfather's domain, but the magnificent old banyan tree was mine. Just like that. I got a friend there in the banyan tree. I got a new friend, a small young squirrel. At first he was afraid of me, but when he found that there was no catapult or air gun with me, he became friendlier. Then I gave him pieces of cakes and biscuits. He became bolder, and then he started delving into my pockets. Thus we became very close friends. Okay, അങ്ങനെ കാര്യങ്ങൾ പറയാം. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസാണ്.
Okay, I was enjoying my vacation in Dehradun with my grandparents. The house and the grounds were grandfather's domain, but the magnificent old banyan tree was mine because grandfather was too old to climb the banyan tree. So the boy got the banyan trees on. Yes, he got a friend, a little squirrel there. At first, the squirrel did not like his invasion to its privacy. It arched its back and sniffed. Okay, we know that. Okay, let us go to that chapter. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് കേട്ടിട്ട് അതെങ്ങനെ നറേറ്റ് ചെയ്യാം നോക്കാം, എങ്ങനെ നറേറ്റീവ് ആക്കാൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റാണ്. അതിൽ 2 പ്രോസും ഒരു പോമാണുള്ളത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, റസ്കിൻ ബോണ്ട് എഴുതിയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ, വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ആൻഡ് ദ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വില്യം വേർഡ്സ്വർത്തിൻ്റേതാണ്. ഓക്കെ, നമുക്ക് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠം നമുക്ക് നോക്കാം. ഇത് എഴുതിയത് റസ്കിൻ ബോണ്ടാണ്. റസ്കിൻ ബോണ്ട് ജനിച്ചത് വാസ് ബോൺ ഓൺ 19 May 1934 ആൻഡ് in India is an Indian author of British descent എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ്കാരനാവുകയും പിന്നെ മറ്റേതെങ്കിലും രാജ്യത്ത് ഇരുന്നുകൊണ്ട് സാഹിത്യരചന നടത്തുകയും ചെയ്യുന്നയാൾ. യെസ്, ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ റോയൽ എയർഫോഴ്സിലെ ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഓബ്രി അലക്സാണ്ടർ ബോണ്ട് എന്നായിരുന്നു. ഹി റോഡ് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ആൻഡ് ദ റൂഫ്. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ കിട്ടുന്ന സംഗതികളാണ്. നമുക്ക് പിന്നെ പാഠത്തിൽ ദ റൂം ആൻഡ് ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17, 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആദ്യത്തെ കഥ എഴുതിയത്. ഇറ്റ് ഗോട്ട് ജോൺ ലെവ്ലിൻ റൂയിസ് പ്രൈസ് ഇൻ 1957. His first children's book was The Angry River. In 1992, he received the Sahitya Akademi Award for his short story collection, Our Trees Still Grow in Dara. He was awarded the Padma Shri in 1999 for his contributions to children's literature. He got the Lifetime Achievement Award in 2017. He now lives with his adopted family in Landor near Missouri. ഓക്കെ, മസൂരിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഓക്കെ, പാഠം നമുക്കൊന്ന് വായിക്കാം. ദോ എന്ന് പറഞ്ഞാൽ എങ്കിലും, ദോ ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും അതുപോലെ തന്നെ ഗ്രൗണ്ടും അതിന് ചുറ്റുപാടുമുള്ള സ്ഥലവും, വെയർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ഗ്രാൻഡ് ഫാദറുടെ അധികാരപരിധിയിലായിരുന്നെങ്കിലും, ദ മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ, ആ മനോഹരമായ ബനിയൻ ട്രീ എൻ്റേതായിരുന്നു. ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന് 65 വയസ്സായതുകൊണ്ട് കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, അതിൽ കയറാൻ സാധിച്ചില്ല. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം, ഗ്രാൻഡ് മദർ അദ്ദേഹത്തെ കളിയാക്കും, വെറുതെ മരത്തുമ്മ കയറി വീണ് ചാവണ്ടെന്ന് പറയും. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൺ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ഒരു ഡെസ്മോണ്ടിലെ കൗണ്ടസിനെ പറ്റി പറഞ്ഞുകൊണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൺ ഹൂ ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117 and would have lived longer if she hadn't fallen while climbing an apple tree. ഒരു ആപ്പിൾ ട്രീയിൽ കയറുമ്പോൾ, ഇപ്പോൾ 117-ാമത്തെ വയസ്സുകാലത്ത് ആപ്പിൾ ട്രീയിൽ കയറി മരിച്ചുപോയ കൗണ്ടസ് ഡെസ്മോണ്ടിനെ പറ്റി പറഞ്ഞുകൊണ്ട് മുത്തച്ഛനെ കളിയാക്കും. വെറുതെ ഈ വയസ്സുകാലത്ത് ആൽമരത്തിൽ കയറിയിട്ട് വീണ് ചാവണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആര്? മുത്തശ്ശി കളിയാക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മുത്തച്ഛനെ. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയാൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ് ഗേവ് മീ എൻലെസ് പ്ലഷർ. യെസ്, ഈ മരത്തിൻ്റെ ഘടന എനിക്ക് വലിയ സന്തോഷം നൽകിയതാണ്. എൻഡ്ലെസ് പ്ലഷർ എന്ന് പറഞ്ഞാൽ അനന്തമായ സന്തോഷം നൽകി. എന്താണ്? സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട്, ഈ കൊമ്പ് ഇങ്ങനെ വളഞ്ഞ് തറയിലേക്ക് മുട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ കൊമ്പുകളിൽ നിന്ന് റൂട്ടുകൾ ഇറങ്ങിയിട്ട്, നമുക്കറിയാം ആൽമരത്തിനുള്ള ഒരു പ്രത്യേകതയാണത്, ഈ ശാഖകളിൽ നിന്നൊക്കെ വേരുകൾ ഇറങ്ങും. അതൊക്കെ ആർച്ച് പോലെ കമാനാകൃതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് എനിക്ക് എൻഡ്ലെസ് പ്ലഷർ നൽകി. എൻഡ്ലെസ് എന്ന് പറഞ്ഞാൽ അനന്തമായ
അവസാനിക്കാത്ത സന്തോഷം നൽകി. The tree was older than the house, older than grandfather, as old as the town of Dara, nestling in a valley at the foot of the Himalayas. The tree was older than, അല്ലേ? മരം, ആ ആൽമരത്തിന് വീടിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദറിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു. ഡെറാഡൂണിൻ്റെ അത്ര പഴക്കമുണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറാഡൂണിൻ്റെ അത്ര. നെസ്ലിംഗ് ഇൻ ദ വാലി അറ്റ് ദ ഫൂഡിൽ ഓഫ് ഹിമാലയാസ്, ഹിമാലയത്തിൻ്റെ താഴ്വരയിലുള്ള ഡെറാഡൂൺ എന്ന പട്ടണത്തിൻ്റെ അത്ര പ്രായമുണ്ടായിരുന്നു നമ്മുടെ ആൽമരത്തിന്. യെസ്. My first friend and familiar was a small grey squirrel. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. At first, my first friend and familiar was a small squirrel. ഒരു ചെറിയ അണ്ണാനായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടും ആദ്യത്തെ ഫ്രണ്ടും ഫെമിലിയർ പരിചയക്കാരനും ഒരു ചെറിയ അണ്ണാനായിരുന്നു. ഗ്രേ സ്കിറൽ, ചാര നിറമുള്ള സ്കിറലായിരുന്നു. ആർച്ച് ഹിസ് ബാക്ക്, അദ്ദേഹത്തിൻ്റെ പുറം വളച്ചുകൊണ്ട്, ആൻഡ് സ്നിഫിങ്, മൂക്ക് ചീറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മൂക്ക് ഇങ്ങനെ മണം പിടിച്ചുകൊണ്ട്, ഇങ്ങനെ മണം പിടിക്കുന്നതിനാണ് സ്നിഫിങ് എന്ന് പറയുക. സ്നിഫിങ് ഇൻ ടു ദ ഹീ സീംഡ് അറ്റ് ഫസ്റ്റ് ടു റീസൺ മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അദ്ദേഹത്തിൻ്റെ പ്രൈവസിയിലേക്ക്, ആ അണ്ണാരക്കണ്ണൻ്റെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു കയറിയതിനെ അയാൾ ആദ്യം എതിർത്തു. അതങ്ങനെയാണ്, പുറം വളച്ചുകൊണ്ട് മൂക്ക് ചീറ്റിക്കൊണ്ടൊക്കെ എതിർത്തു. ഹീ സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിവൻ മൈ ഇൻവേഷൻ, എൻ്റെ കടന്നുകയറ്റം, ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി, അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയിലേക്ക്. ബട്ട് വെൻ ഹീ ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മിസെൽഫ് വിത്ത് എ കറ്റാപ്പൾട്ട് ഓ എയർ ഗൺ, ഒരു കറ്റാപ്പൾട്ടോ എയർ ഗണോ എൻ്റെ കയ്യിലില്ല എന്ന് അയാൾ കണ്ടപ്പോൾ, അതായത് അതിനെ ഉപദ്രവിക്കാനുള്ള ആയുധമൊന്നും എൻ്റെ കയ്യിലില്ല എന്ന് കണ്ടപ്പോൾ, ഹീ ബിക്കെയിം ഫ്രണ്ട്ലിയർ, അതിന് കുറച്ചുകൂടി എന്നോട് അടുക്കാൻ തോന്നി, കുറച്ചുകൂടി കൂട്ടായി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്സ്, ഞാൻ കേക്കിൻ്റെ കഷ്ണവും ബിസ്ക്കറ്റിൻ്റെ കഷ്ണവും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ഹി ഗ്രൂ ബോൾഡർ, അന്നേരം അയാൾക്ക് കൂടുതൽ ധൈര്യം വന്നു. ബോൾഡർ മീൻസ് മോർ കറേജിയസ്. ബോൾഡർ മീൻസ് മോർ കറേജിയസ്, മോർ ബ്രേവ്, കുറച്ചുകൂടി ഒരു ധൈര്യം വന്നു. ആൻഡ് ഫൈനലി ബിക്കം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, പിന്നെ എൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്. ഡെൽവി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുഴിച്ച് പരിശോധിച്ച് നോക്കുക എന്നൊക്കെ അർത്ഥം. എൻ്റെ കീശയിൽ ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി, കൈകൊണ്ട് മാന്താൻ തുടങ്ങി. ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്, കീശയിൽ എന്തെങ്കിലും തിന്നാനുണ്ടോ എന്നൊക്കെ എൻ്റെ കീശയിൽ വരെ കയറാൻ തുടങ്ങി. ഹി വാസ് വെരി യങ് സ്ക്വിറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടക്കാരും അധികം ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ഹെഡ് സ്ട്രോങ് എന്ന് പറയും. ഫൂളിഷ് എന്ന് പറയാൻ നമുക്കറിയാം സ്റ്റുപ്പിഡാണ്. അപ്പോൾ ഈ ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന അണ്ണാൻ, ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്നു, മനുഷ്യൻ്റെ കീശയിൽ തപ്പണു, അങ്ങനെ മനുഷ്യനെ വിശ്വസിക്കുന്ന അണ്ണാൻ തികച്ചും വിഡ്ഢിയാണ്. കാരണം മനുഷ്യനെന്ന് പറഞ്ഞാൽ ദ ഹ്യൂമൻ ബീയിങ്സ് ആർ ടു ക്രൂവൽ ടു ബി ട്രസ്റ്റഡ് എന്നാണ് പറയുക. വിശ്വസിക്കാൻ പറ്റാത്ത വിധം ക്രൂരന്മാരാണ് മനുഷ്യർ. എത്ര ലാളിച്ചൊക്കെ പിന്നെ മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ വളർത്തിയാലും അതിനെ എപ്പോൾ വേണമെങ്കിലും അറക്കാൻ അവർ തയ്യാറാണ്, കറിക്ക് വേണ്ടിയിട്ട് അറക്കാൻ തയ്യാറാണ്. അപ്പോൾ അത്രയ്ക്ക് ദുഷ്ടന്മാരാണ്. എന്നിട്ടും എന്തേ ഇയാൾ, അപ്പോൾ അയാളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, ആരുടെ ഫ്രണ്ട്സ്, അണ്ണാരക്കണ്ണൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ്, അവൻ ഹെഡ് സ്ട്രോങ് ആണെന്നും എടുത്തുചാട്ടക്കാരനാണെന്നും അതുപോലെ തന്നെ ഫൂളിഷ് ആണെന്നും വിഡ്ഢിയാണെന്നും അവൻ്റെ സുഹൃത്തുക്കളും റിലേറ്റീവ്സും ചിന്തിച്ചിട്ടുണ്ടാവാം. ഓക്കെ. ഇൻ ദ സ്പ്രിങ്, അങ്ങനെ അണ്ണാരക്കണ്ണനുമായിട്ടുള്ള ബന്ധം ആണ് പറഞ്ഞു. അതെങ്ങനെ നമുക്കൊരു നറേറ്റീവായിട്ട് പറയാൻ സാധിക്കും? ഇവിടെ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആണെങ്കിൽ നമ്മൾ ഐ എന്ന് പറയണം. ഐ വാസ് എൻജോയിങ് മൈ വെക്കേഷൻ, ഓർ ഐ വാസ് ഇൻ ദ സമ്മർ വെക്കേഷൻ ഐ വാസ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് ഇൻ ഡെറാഡൂൺ. There was a huge banyan tree near the house. The banyan tree was mine because grandfather was too old to climb the tree.
ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ദർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പറയാം. വലിയ വലിയ സെൻറ്റൻസ് ഒന്നും ഇവിടെ ചെറുങ്ങനെ പറയാം. ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ദർ. ഇറ്റ് വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. അറ്റ് ഫസ്റ്റ് ഇറ്റ് വാസ് afraid of me. Then he found that there was no catapult or air gun with me. So he became friendlier. Then I gave him pieces of cakes and biscuits. Just like that. അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത് സ്പ്രിംഗ് സീസണിൽ ബനിയാൻ ട്രീയിൽ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches, and the red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. In the spring seasonil, when the banyan tree was full of small red figs, ബനിയൻ ട്രീയിൽ പിന്നെ എന്താണ് പഴങ്ങളുണ്ടായി എന്ന് പറയുന്നു. പിന്നെ ബേഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാതരം പക്ഷികളും പറന്ന് ഈ ആൽമരത്തിലേക്ക് എത്തി. ആരൊക്കെയാണ്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, cheerful and greedy. All birds are very cheerful and they were greedy. Greedy means eager to taste the fruits. Okay, and gossiping rosy pastures and parrots, a wide variety of birds, and crows. They were squabbling. What is squabbling? Quarreling, noisy quarreling. That is squabbling with each other all the time during the fig season. ഇങ്ങനെയുള്ള ഈ ഫിഗ് സീസണിൽ the banyan tree was the noisiest place on the road. ബനിയൻ ട്രീ ആയിരുന്നു ആ റോഡിലെ ഏറ്റവും ശബ്ദം ഉണ്ടായിരുന്ന സ്ഥലം. ഇനി നമുക്ക് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗസ് ആൺ ദ ഗ്രൗണ്ട്സ് ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, ബട്ട് the magnificent all banyan tree was mine. Why did the boy say so? വീടും സ്ഥലമൊക്കെ മുത്തച്ഛൻ്റെതായിരുന്നു, പക്ഷേ മാഗ്നിഫിഷ്യൻ്റ് ഓൾ ബനിയൻ ട്രീ എൻ്റേതായിരുന്നു എന്ന് കുട്ടി പറയുന്നു. എന്തുകൊണ്ടാണ് കുട്ടി അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം, ഗ്രാൻഡ് ഫാദർ വാസ് 65 years old, so he could not climb the banyan tree. പിന്നെയോ, the boy was very young and smart. Okay, the boy was young and smart enough to climb the banyan tree. അതുകൊണ്ട് so the magnificent banyan tree was his own. Okay, അത്രയാണ് കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനസ്സിലായല്ലോ? മുത്തച്ഛന് 65 വയസ്സായതുകൊണ്ട് മരത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ കുട്ടിക്ക് അത് കിട്ടി, അത്രയേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ സ്ക്വിറൽ become a friend of the boy? How? The squirrel found that there was no catapult or air gun. ഇതാ അവിടെ ഉണ്ടാവും. But when he found that I did not, നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ തേർഡ് പേഴ്സൺ ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ കാരണം കുട്ടി നമ്മൾ മറ്റൊരാളെ പറ്റി പറയുകയാണ്, അങ്ങനെ തന്നെ വേണം. ബട്ട് വെൻ ദ സ്ക്വിറൽ ഫൗണ്ട് ദാറ്റ് the boy did not arm himself with a catapult or air gun, he became friendlier. Okay, ഇനി പിന്നെ ആൾ ബിസ്ക്കറ്റ് കേക്ക് അതൊക്കെ കൊടുത്തതൊക്കെ വേണമെങ്കിൽ പറയാം. When he started leaving him pieces of cakes and biscuits, he grew bolder. Finally, he became familiar enough to take food. അതൊക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, why did the friend of the squirrel think about the friendship with a human, his friendship with a human? അതോടെ കൊടുത്തിട്ടുണ്ട്. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. Okay, next question,
ക്വസ്റ്റിൻ്റെ മലയാളം പറയാം. വൈ ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? ഒരു മനുഷ്യനുമായിട്ടുള്ള ഈ കുഞ്ഞണ്ണാൻ്റെ ചങ്ങാത്തത്തെ അയാളുടെ സുഹൃത്തുക്കളും റിലേറ്റീവ്സും എങ്ങനെയാണ് കണക്കാക്കിയത്? ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ്. അയാൾ എടുത്തുചാട്ടക്കാരനും വിവരമില്ലാത്ത ആളുമാണ്. അതുകൊണ്ടാണ് അയാൾ മനുഷ്യനെ വിശ്വസിച്ചത്. വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? അങ്ങനെ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? ഹ്യൂമൻ ബീങ്സ് ആർ ടു ക്രൂവൽ ടു ബി ട്രസ്റ്റഡ്. വിശ്വസിക്കാൻ പറ്റാത്ത വിധം ക്രൂരന്മാരാണ് മനുഷ്യർ എന്ന് അവർക്ക് തോന്നുന്നു. അതുകൊണ്ടാണ്. ഓക്കെ. ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ? ഫിഗ് സീസണിൽ എന്തുകൊണ്ടാണ് ബനിയൻ ട്രീ അവിടുത്തെ ഏറ്റവും ശബ്ദമുള്ള സ്ഥലമായി മാറിയത് എന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം. ദ സ്ക്വാബ്ലിംഗ് ഓഫ് ദ ബേർഡ്സ് made the banyan tree the noisiest place during the fig season. The squabbling of the birds. There came so many birds, and they squabbled each other. So, thus made so much sound there. Okay. How was the squabbling of the birds made the banyan tree the noisiest place during the fig season. Next paragraph. Halfway up the tree, I had built a small platform on which I would often spend afternoons with it wasn't too hot. I could read there, propping myself against the bole of the tree with cushions taken from drawing room, Treasure Island, Huckleberry Finn, Mowgli stories and novels of Edgar Rice Burroughs and Louisa May Alcott's made my bag of very mixed reading. ഇതാണ് പറയുന്നത്. ഇവിടെ മരത്തിൻ്റെ ഹാഫ് വേ അപ്പ് ദ ട്രീ, മരത്തിൻ്റെ ഒരു പകുതിയോളം ഉയരത്തിൽ മൂപ്പരൊരു പ്ലാറ്റ്ഫോം കെട്ടിയുണ്ടാക്കി അവിടെ ഡ്രോയിങ് റൂമിൽ നിന്ന് കുഷൻസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ചാരി ഇരുന്നിട്ട് ധാരാളം പുസ്തകങ്ങൾ വായിച്ചു. ഓക്കെ. When I did not feel like reading, I could look down through the banyan leaves at the world below. Yes, ഞാൻ വായിക്കാൻ എനിക്ക് തോന്നാത്ത സമയത്ത് ഞാൻ താഴോട്ട് നോക്കിയിരിക്കും. അവിടെ ഞാൻ എന്തെല്ലാം കാഴ്ചകൾ കാണാറുണ്ട്. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ആൻഡ് ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. ഗ്രാൻഡ് മദർ അലക്കിയത് ഹാങ് അപ്പ് ചെയ്യുന്നതും ഉണങ്ങിയ തുണികളൊക്കെ എടുത്ത് വയ്ക്കുന്നതും ഞാൻ കാണാറുണ്ട്. ആൻഡ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് ദ ഫ്രൂട്ട് വെൻഡർ. പഴക്കച്ചവടക്കാരനോട് വഴക്കടിക്കുന്ന പാചകക്കാരിയെ ഞാൻ കാണാറുണ്ട്. അല്ലെ, പാചകക്കാരനെ അതറിയില്ല. അറ്റ് ഗ്രാൻഡ് മദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മെരിഗോൾഡ്സ്. ഇന്ത്യൻ മെരിഗോൾഡിനോട് ചീത്ത പറയണ മുത്തശ്ശൻ എന്തിനാണ്? വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഈസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ മുഴുവൻ ഇത് പടർന്ന് കയറിയിരിക്കുകയാണ് ഇന്ത്യൻ മെരിഗോൾഡ്. അതിന് മുത്തശ്ശൻ മെരിഗോൾഡിനെ ചീത്ത പറയണതും മുത്തശ്ശി അലക്കിയത് തുണികൾ അറിയിടുന്നതും എടുത്തു വയ്ക്കുന്നതും അതുപോലെ തന്നെ കുക്ക് ഫ്രൂട്ട് വെൻഡറോട് കച്ചറ കൂടുന്നതും മുത്തശ്ശൻ മെരിഗോൾഡിനെ ചീത്ത പറയണതും ഒക്കെ. മെരിഗോൾഡ് ഒരു പൂവാണ് കേട്ടോ. മെരിഗോൾഡ്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. അങ്ങനെ പതിവ് കാഴ്ചകൾ ഇതേ ഉള്ളൂ, എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. എന്നും ഇത് തന്നെ കാണുന്നു. താഴോട്ട് നോക്കുമ്പോൾ എന്താണ്? മുത്തശ്ശി തുണി ആറിയിടുന്നു, എടുത്ത് വയ്ക്കുന്നു. മുത്തച്ഛൻ തോട്ടത്തിൽ മരിഗോൾഡിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കാണുന്നുള്ളൂ. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ, ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. യെസ്, അങ്ങനെ രസകരമായ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഒരു ആഫ്റ്റർനൂണിൽ ഒരു മനോഹരമായ വെരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ആ സമ്മറിൽ മുഴുവനും എക്സൈറ്റ്മെൻറ്റ് തന്ന ഒരു കാര്യമുണ്ടായി. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. That was the time I saw a mongoose and a cobra. ഇതാണ് അവിടെ നടന്നത്. ആ വേനൽക്കാലം മുഴുവനും അല്ലേ, ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. സമ്മറിൽ മുഴുവനും എന്നെ എക്സൈറ്റഡ് ആക്കി നിർത്തിയ ആ കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ
കോബ്ര, ഒരു പാമ്പും കീരിയും തമ്മിലുള്ള യുദ്ധം. അതെവിടെയാണ് നടന്നത്? കോബ്ര ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി അബവ് ദം ഇൻ ദ ബനിയൻ ട്രീ. ബനിയൻ ട്രീയിൽ നമ്മുടെ കുട്ടി ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഗ്രൗണ്ടിൽ ആണ് യുദ്ധം നടന്നത്. അതുകൊണ്ട് ഇയാൾക്ക് നല്ല പോലെ ബാൽക്കണിയിൽ ഇരുന്നിട്ട് കാണാൻ പറ്റി. യെസ്, ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ and the warm breezes of approaching summer had sent everyone, including grandfather, indoors. അതൊരു ഏപ്രിൽ മാസമായിരുന്നു. ചൂട് കാറ്റ്, വാം ബ്രീസ്, ചൂട് കാറ്റാണ്. കാരണം സമ്മർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉള്ളിൽ പോയിരിക്കുന്നു, ആരും പുറത്തൊന്നുമില്ല. ഗ്രാൻഡ് ഫാദർ വരെ ഉള്ളിലാണ്. അദ്ദേഹം ഒരു കാരണവശാലും അങ്ങനെ ഉള്ളിൽ പോകാത്ത ആളാണ്. അദ്ദേഹം വരെ ഉള്ളിൽ പോയിട്ടുണ്ട്. I was feeling drowsy myself and wondering if I should go to the pond behind the house for a swim. ഞാനും ആകെ മടുത്ത് ഡ്രൗസി ആയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു വീടിനപ്പുറത്തുള്ളൊരു കുളമുണ്ട്, അവിടെ പോയിട്ടൊന്ന് കുളിച്ചാലോ ഒന്ന് നീന്തിയാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. ആരാണ് വന്നത്? എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ഗ്ലൈഡഡ് ഔട്ട് ഓഫ് എ ക്ലംപ് ഓഫ് കാക്ടസ്. കാക്ടസ് മുൾച്ചെടിയുടെ കൂമ്പാരമാണ്, കൂടം. അതിനുള്ളിൽ നിന്നും എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര came out, glided out of a clump of cactus and made for some cooler part of the garden. ഗാർഡനിലെ തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം അതിങ്ങനെ പോവുകയാണ്. അറ്റ് ദ സെയിം ടൈം, അതേ സമയമേ മംഗൂസ് ഹും ഐ ഹാഡ് ഓഫൺ സീൻ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കീരി, അത് വന്നു. എമേർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻ സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര. അത് ഈ കുറ്റിക്കാട്ടുന്ന ബുഷസ് നിന്ന് പുറത്തേക്ക് വന്നിട്ട് നേരെ പാമ്പിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, ഒരു തെളിഞ്ഞ സ്ഥലത്ത്, പുല്ലൊന്നും ഇല്ലാത്ത തെളിഞ്ഞ സ്ഥലത്ത്, ദേ കെയിം ഫേസ് ടു ഫേസ്, അവർ അഭിമുഖമായിട്ട് നിന്നു. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല വെയിലുമുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? ഹൗ വാസ് ദ ബനിയൻ ട്രീ ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫീസ് സീസൺ, അതാണ് പറഞ്ഞത്. ഇനി അഞ്ചാമത്തത്, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? ഇൻ സ്പ്രിംഗ് സീസൺ ദ ബോയ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ ആൻഡ് സ്പെൻഡ് ദർ റീഡിങ് എ ലോട്ട്. അവിടെ ഒരുപാട് വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ. What was the incident that triggered a long-lasting excitement for the boy in the summer? വേനൽക്കാലത്ത് കുട്ടിക്ക് ലോങ് ലാസ്റ്റ് ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കിട്ടിയ സംഭവം ഏതാണ്? ദ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. ഓക്കെ, ദ ഇൻസിഡൻറ്റ് വാസ് ദാറ്റ് ദ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര. നെക്സ്റ്റ്, how did the cobra regard his opponent? Were they true warriors? അതാണ് നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. The cobra knew only too well that the grey mongoose, 3 feet long, mongoose, how long? 3 feet long, was a superb fighter, wonderful fighter, clever, having brain, and aggressive attacking minded. ഇങ്ങോട്ട് എതിർത്താൽ അങ്ങോട്ട് എതിർക്കുമുള്ള അറ്റാക്കിംഗ് മൈൻഡഡാണ് നമ്മുടെ ഈ മംഗൂസ്. ക്ലവർ ആൻഡ് അഗ്രസീവ്. ബട്ട് ദ കോബ്ര വാസ് എ skillful and experienced fighter too. He could move swiftly and strike with the speed of light. The sacs behind his long sharp fangs
were full of deadly venom. Okay. But the കോബ്രയും തരക്കടൊന്നുമില്ല. സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ, നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്ററാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. നല്ല വേഗത്തിൽ ചലിക്കാനും മിന്നലിൻ്റെ വേഗത്തിൽ, ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ വേഗതയിൽ കൊത്താനും സ്ട്രൈക്ക് ചെയ്യാനും കഴിവുള്ള നല്ല ഒന്നാം തരം മൂർഖനാണിത്. ആൻഡ് ദ സാക്സ്, സഞ്ചി, ചാക്കുകൾ എവിടെയുള്ള ബിഹൈൻഡ് ഈസ് ലോങ് ഷാർപ്പ് ഫാങ്സ്, അദ്ദേഹത്തിൻ്റെ ലോങ് ഷാർപ്പ്, നീണ്ട ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള ഫാങ്സ് എന്ന് പറഞ്ഞാൽ വിഷപ്പല്ലുകൾക്ക് പിന്നിലായിട്ടുള്ള സഞ്ചിയിൽ വേർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം, മാരകമായ വെനം. വെനം മീൻസ് പോയ്സൺ, മാരകമായ പോയ്സണാണ് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, അത് തികച്ചും ചാമ്പ്യന്മാരുടെ ഒരു യുദ്ധമായിരുന്നു. ഓക്കെ, ഇനി യുദ്ധം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഓക്കെ, all the best.